ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, മാനവരാശിയുടെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ എന്ന ബൃഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പങ്കുവെക്കാനും ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമാണ് നമ്മൾ ഈ സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുന്നത്. ലോകത്തനേകം മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കെല്ലാം അവരവരുടേതായ ആശയങ്ങളുമുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ പോലെ 23 വർഷ കാലഘട്ടത്തിനിടക്ക് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥങ്ങളെപ്പറ്റിയും മൂല്യങ്ങളെപ്പറ്റിയും ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം മരണാനന്തര ലോകത്തുള്ള മനുഷ്യ ജീവിതത്തെ പറ്റിയും ചർച്ച ചെയ്യുന്ന, മനുഷ്യരോട് ദൈവം കാണിക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹു കാണിച്ച ഏറ്റവും മഹത്തായ ഒരനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനം, സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ വചനം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, നിങ്ങൾ സംശയിക്കേണ്ടതില്ല, ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുകയും മരണാനന്തര ലോകത്തുള്ള സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ വിശ്വാസികളായ ആളുകൾക്കുള്ള വേദഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ എന്ന് റബ്ബ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആ വിശുദ്ധ വേദഗ്രന്ഥത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പലരും കടന്നു വന്നു. ആ വേദഗ്രന്ഥത്തിന് പകരമായി ഇറക്കാൻ വേണ്ടി പല ശത്രുക്കളും വന്നു. സാധ്യമാകാതെ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ മുൻപിൽ മുട്ടുമടക്കിയ ചരിത്രം ഇന്ന് ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനവരാശിക്കാകമാനം അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ ഏത് നിലക്കാണ് സ്വീകരിച്ചത്? നമ്മുടെ വിശ്വാസ, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തൊക്കെ ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോട് ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ചിന്തിപ്പിക്കേണ്ടത്. ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ പറ്റി അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തി, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ. പ്രവാചകരെ, ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഞാൻ അവതരിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം കാരണം അത് വിനയാന്യതനാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു പ്രവാചകരെ എന്ന് പഠിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധ വേദഗ്രന്ഥത്തെ ആത്മാർത്ഥമായി സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്താൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം മാനവരാശിക്കൊന്നടങ്കമുള്ളതാണെന്ന് ലോകത്തോട് ഉറക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് ആ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെങ്കിലും ചിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വചനം ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാ? ലിതുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീതു നൽകാൻ വേണ്ടി. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന മറ്റൊരു ലോകത്തെ പറ്റിയും ആ ലോകത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ പറ്റിയും താക്കീത് ചെയ്യാൻ, സ്വർഗമെന്ന സന്തോഷത്തെ പറ്റി ഓർമ്മപ്പെടുത്താൻ, അതിനാണ് അള്ളാഹു വിശുദ്ധ വേദഗ്രന്ഥം നൽകിയത് എന്ന് അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, സമകാലിക സാഹചര്യത്തിൽ ആ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. ഒരു പത്രം വായിക്കുന്ന ലാഘവം, അതല്ലെങ്കിൽ ഒരു പത്രത്തോട് കാണിക്കുന്ന മര്യാദ പോലും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തോട് ചില ആളുകൾ കാണിക്കുന്നില്ല. കേരളക്കരയിൽ മാസങ്ങളോളം പത്രത്താളുകൾ പത്രം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ പലരും സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് എന്തോ
ഒരു പോരായ്മ. ഏതൊക്കെയോ മക്കഥകളും ഇല്ലാക്കഥകളും പ്രചരിപ്പിക്കുന്ന പത്രത്താളുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ പോരായ്മയായി അനുഭവപ്പെടുന്നവരുണ്ട്. നേരം വെളുത്താൽ പ്രവാസ ലോകത്ത് ഇറങ്ങപ്പെടുന്ന മലയാളത്തിലുള്ള പത്രങ്ങൾ ഒരു തവണ വായിച്ചിട്ടില്ലെങ്കിൽ അസ്വസ്ഥരാകുന്നവരുണ്ട്. പക്ഷേ റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ നേരം വെളുക്കുമ്പോൾ 10 ആയത്ത് ഓതാത്തതിന്റെ പേരിൽ ഇന്ന് വരെ നമ്മളിൽ പലർക്കും കുറ്റബോധമുണ്ടായിട്ടില്ല. റബ്ബിന്റെ വചനത്തെ പറ്റി പഠിക്കാൻ സമയം കണ്ടെത്താത്തതിന്റെ പേരിൽ നമുക്ക് ആശങ്ക സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നാളെ ഖബറിലേക്ക് ചേർത്ത് വെക്കപ്പെടുമ്പോ നിന്റെ കിതാബ് ഏതെന്ന് ചോദിക്കുമ്പം കിതാബി അൽ ഖുർആൻ എന്ന് പറയാൻ റബ്ബിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തെ പറ്റി ഒരറിവ് നേടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയാണ് എന്നെന്റെ ബഹുമാന്യരായ സഹോദരങ്ങൾക്ക് തോന്നാൻ പാടില്ല. എന്തുകൊണ്ടാ സൂറത്തുൽ ബഖറക്ക് ബഖറയുടെ പേര്? എന്തുകൊണ്ടാ സൂറത്തുൽ നഹ്ലിന് നഹ്ലിന്റെ തേനീച്ചയുടെ പേര്? എന്തിനാ സൂറത്തുൽ അൻകബൂത്തിന് ചിലന്തിയുടെ പേര്? എന്തിനാ സൂറത്തുൽ നംലിന് ഉറുമ്പിന്റെ പേര്? എന്തുകൊണ്ടാണ് സുലുസുൽ ഖുർആനാണ് ഇന്ന ആയത്ത് എന്ന് റബ്ബ് പറയാനുള്ള കാരണം? സൂറത്തുൽ അബസയിൽ നിന്ന് മുസ്ലിം സമൂഹം ലോകം തിരിച്ചറിയേണ്ട വചനങ്ങൾ എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 28ഓ 40ഓ തവണ മാത്രം നമസ്കാരത്തെ പറ്റി ഓർമ്മപ്പെടുത്തുമ്പോ മനുഷ്യ ജീവിതത്തിന്റെ ബന്ധങ്ങളെ പറ്റി ഒരു സൂറത്തിന്റെ പേരടക്കം നിരവധി സൂറത്തുകളിൽ മനുഷ്യ ജീവിതത്തിന്റെ ബന്ധങ്ങളെ പറ്റിയും ബന്ധങ്ങളുടെ പവിത്രതകളെ പറ്റിയും എന്തുകൊണ്ടാണ് റബ്ബ് വിശദീകരിച്ചത്? ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും വേണ്ടത്ര പഠിക്കാനും തിരിച്ചറിവ് നേടാനും പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അമുസ്ലിമീങ്ങളായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ പറ്റിയും അതിന്റെ വചനങ്ങളുടെ സ്വീകാര്യതയെ പറ്റിയും വാചാലമാകുമ്പോൾ ജനിച്ച അന്ന് മുതൽ മരണം കണ്ടുമുട്ടുന്ന നാടുവരെ ജനിച്ച അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ വേദഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ടും നമ്മൾക്കതിലുള്ളത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പമ്പര വിഡ്ഢികളും റബ്ബ് പരിചയപ്പെടുത്തിയ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന് ബനു ഇസ്രായേലരെയാണ് റബ്ബ് ഉപമിച്ചതെങ്കിലും അതേ കഴുതവർഗത്തിൽപ്പെട്ട റബ്ബിന്റെ കോടതിയിൽ അതേ സ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്ന ആളുകളായി നമ്മൾ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു മടക്കം അനിവാര്യമാണ്. മാനവരാശിയുടെ ഗ്രന്ഥമായ ഖുർആനിലേക്ക് ഇന്ന് ലോകം നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ പരിഹാരമുണ്ട്. പലരും പരിഹാസത്തോടെ ചോദിച്ചിട്ടില്ലേ, മുഹമ്മദ് തിരുദൂതനോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ ശത്രുക്കൾ പോലും ചോദിച്ചു, മുഹമ്മദേ, നിന്റെ അള്ളാഹു എന്തല്ലാഹുവാ? കല്യാണം കഴിക്കുന്നതിനെ പറ്റി പറയുന്നു, കച്ചവടത്തെ പറ്റി പറയുന്നു, കുടുംബജീവിതത്തെ പറ്റി പറയുന്നു, വ്യഭിചാരത്തെ പറ്റിയും കള്ളുകുടിയെ പറ്റിയും പറയുന്നു. നിന്റെ ദൈവം സർവ്വ മേഖലകളെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഒരാൾ മലമൂത്ര വിസർജനം ചെയ്താൽ പോലും അവൻ എന്ത് മര്യാദ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവമാണോ മുഹമ്മദേ നിന്റെ ദൈവം എന്ന ആക്ഷേപത്തിന്റെ പരിഹാസത്തിന്റെ രീതിയിലാണ് ചോദിച്ചതെങ്കിലും ഞാനടക്കമുള്ള വിശ്വാസി സമൂഹമേ, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം റബ്ബിന്റെ വിശുദ്ധ ഖുർആനിലുണ്ട്. ലോകം സമാധാനത്തിലെത്താൻ, വ്യക്തിജീവിതം സന്തുഷ്ടമാകാൻ, ദാമ്പത്യ ജീവിതം സുഖകരമാകാൻ, സാമ്പത്തിക രംഗം ഭദ്രമാകാൻ, ഇങ്ങനെ ഓരോ രംഗത്തും റബ്ബ് പരിചയപ്പെടുത്തുന്ന മാർഗം വിശുദ്ധ ഖുർആനിന്റെ തണലിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ ആ തണലായിരിക്കും പരലോകത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുക എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് റബ്ബ് ചോദിക്കുന്നതും അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്. അലം യഅ്നിലില്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്, നാഥനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് ഭയപ്പാടോടെ ഒതുങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അവൻ അവതരിപ്പിച്ച ഹക്കിലേക്കും. ഏതാണ് ആ ഹക്ക്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. റബ്ബ് അവതരിപ്പിച്ച ആ ഹക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം മതത്തിന്റെ പേരിൽ വിശ്വാസത്തിൽ കടന്നു വന്നാൽ
നിങ്ങളുടെ വിഷയത്തിൽ വല്ല അബദ്ധങ്ങളോ തർക്കങ്ങളോ സംഭവിച്ചാൽ നിങ്ങൾ മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമായിരിക്കണം. ആവർത്തിച്ചാവർത്തിച്ച് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആനിന്റെ വക്താവായി മാറുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിച്ചപ്പോ അന്ന് ആയിഷ ബീവി തിരിച്ചു പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ എന്തേ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് റബ്ബിന്റെ ചോദ്യം. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, നിങ്ങൾ ഒരിക്കലും മുൻഗാമികളെ പോലെ ആയി പോകാൻ പാടില്ല. എന്തേ മുൻഗാമികൾക്ക് സംഭവിച്ചത്? അവർക്ക് ഈ ആദർശവും വേദഗ്രന്ഥങ്ങളും ഒരുപാട് കിട്ടിയ ആ വേദഗ്രന്ഥത്തിന്റെ ഗുണമറിയാതെ അവർ ജീവിച്ചു. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അവർ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചു. അവരെ പോലെ നിങ്ങൾ ആവരുത് എന്ന് റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് മുൻഗാമികളായ ആളുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം റബ്ബിന്റെ ഗ്രന്ഥത്തിൽ നിന്നും വഴിമാറി നടന്നതുകൊണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളതും, നിങ്ങൾക്ക് റബ്ബിന്റെ സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, പിന്തുടരേണ്ടതും മാനവരാശിക്ക് വേണ്ടി റബ്ബ് അവതരിപ്പിച്ചു കൊടുത്ത ആ പരിശുദ്ധ ഖുർആനിനെ ആയിരിക്കണം. വിശ്വാസ രംഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ വിശ്വാസം വിശുദ്ധ ഖുർആനിനനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ഒരു വചനമുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവ്, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവൻ. ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും അള്ളാഹു ഇസ്ലാം ഓർമ്മപ്പെടുത്തിയ സത്യം ഇന്ന് ലോകം പലപ്പോഴും അശാന്തിയിലാവുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള അപകടങ്ങളും തമ്മിലുള്ള പ്രയാസങ്ങൾ കാരണം കൊണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് പോലും ആളുകൾ ജാതിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മേൽജാതിയും കീഴ്ജാതിയും മുതൽ വരേണ്യവർഗവും ശരേണ്യവർഗങ്ങളും കേരളക്കരയിൽ പോലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, ഉഅ്ബുദൂ റബ്ബക്കും ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ ഒരേകനായ റബ്ബിനെ, അവനെ നിങ്ങൾ ആരാധിക്കണം. ആ സന്ദേശത്തിലേക്കാണ് ലോകം മടങ്ങുന്നതെങ്കിൽ പിന്നെ ലോകത്തെല്ലാവരും തുല്യരാ. അതാണ് ഇസ്ലാമിന്റെ ഖുർആനിന്റെ സന്ദേശം. ആ സന്ദേശത്തിലേക്കാണ് അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മടങ്ങിയതും. തിരുദൂതൻ നിയോഗിക്കപ്പെടുമ്പോ മക്കക്കാരുടെ അവസ്ഥ ആളുകൾ ചരിത്രത്തിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷ് അക്ഷരമാലകളിലെ 3 W വേണ്ടി, വാർ, വുമൺ, വൈൻ, കള്ളു കുടിക്കണം, പെണ്ണു പിടിക്കണം, യുദ്ധം ചെയ്യണം. ആ ജനതയിൽ പലർക്കും വീടുകളിൽ ബിംബങ്ങളുണ്ട്. കഅബാലയത്തിങ്കൽ പോലും ഇബ്രാഹിം നബിയുടെ ബിംബമുണ്ട്. ലാത്ത എന്ന ഖബർ അവർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഉസ്സ എന്ന മരത്തെ അവർ ആരാധിക്കുന്നുണ്ട്. മനാത്തെ എന്ന കല്ലിനെ അവർ പൂജിക്കുന്നുണ്ട്. അവരോടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസ വചനം അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നിരന്തരമായ അവരുടെ പരിശ്രമം, അവരിലേക്കുള്ള പ്രബോധനം, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഏത് ഘട്ടത്തിലും അള്ളാനെ ഭയപ്പെടാൻ അവർ തയ്യാറായി. ചുട്ടുപഴുത്ത മണരാരണ്യത്തിൽ മലർത്തിക്കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറ് കൊണ്ട് തല്ലുമ്പോ അടിക്കുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന ബിലാൽ ഇബ്നു റബാഹയുടെ വിശ്വാസ മധുരത്തിലേക്ക് ആ വേദഗ്രന്ഥത്തിലെ വചനം അവരെ മാറ്റി. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പോ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ മുഖത്തു നോക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ധീരവനിത
സുബയ്യ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഒരു കാലഘട്ടത്തിൽ തമ്മിൽ കൊല വിളിച്ച് പരസ്പരം കൊന്നൊടുക്കിയവന്റെ കൈയും കാലും മരത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന ആ ജനതയോട് ഉഹുദിന്റെ രണാങ്കണത്തിൽ, ബദറിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിന് വേണ്ടി പടപൊരുതി അവസാനം ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്തിയപ്പോ പോലും ഞങ്ങൾക്ക് വേദനിച്ചിട്ടില്ല റസൂലേ, സ്വർഗം ആലോചിച്ചപ്പോൾ എന്ന് പറയുന്ന മാറ്റത്തിലേക്ക് ആ ജനത മാറ്റപ്പെട്ടു. വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു ശ്വാസം മുട്ടിക്കുകയും ഒന്ന് മുകളിലേക്ക് എടുക്കുമ്പോ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന അമ്മാർ ഇബ്നു യാസിറിനെ പോലെയുള്ള, സുമയ്യ എന്ന ധീര വനിതയെ പോലെയുള്ള, ബിലാൽ ഇബ്നു റബാഹയെ പോലെയുള്ള, സഈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഹുദൈഫത്തുൽ യമാനിനെ പോലെയുള്ള വിശ്വാസി സമൂഹത്തെ വാർത്തെടുക്കാൻ ലോകത്തിന്റെ തിരുദൂതന് സാധിച്ചത് റബ്ബിന്റെ വിശുദ്ധ ഖുർആനായിരുന്നു. ആ വിശുദ്ധ ഖുർആനിലേക്കുള്ള മടക്കമായിരുന്നു. ആ മടക്കമാണ് ഈ ലോകത്തിന് ഇസ്ലാം നൽകുന്ന ഏറ്റവും മഹത്തായ മാർഗവും. പക്ഷെ എന്തോ അത് ഏറ്റെടുക്കപ്പെട്ട നമ്മളിൽ പോലും ആ ഒരു കറകളഞ്ഞ വിശ്വാസം ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയല്ലാതെ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, നമ്മളിൽ പലരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസ, സാമ്പത്തിക, സാമൂഹിക രംഗത്തൊന്നും റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരായത്ത് കേട്ടപ്പോ സഹാബത്ത് മാറി, ഒരു വചനം കേട്ടപ്പോ അവര് കരഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതായത്തോതിയിട്ടാ നമ്മൾ കരഞ്ഞ്? ഏതായത്ത് കേട്ടിട്ടാ നമുക്ക് സങ്കടം ഉണ്ടായത്? ഓതുന്നവൻ കരയുന്നത് കേട്ടിട്ട് നമ്മൾ കരയും. ഇപ്പൊ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒന്നുകിൽ ഹറമിലുള്ള ഇമാം സുദൈസ് അദ്ദേഹം ഓതുന്ന സമയത്തോ അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കാര്യങ്ങൾ അവരൊക്കെ ഓതുന്നത് കേൾക്കുമ്പോ അറിയാണ്ട് അവര് കരയും. അത് കേൾക്കുമ്പോ നമ്മളും കരയും. അല്ലാതെ ആയത്തിന്റെ അർത്ഥമറിഞ്ഞ് ഞാൻ ചെയ്യുന്ന പാപത്തെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടില്ല. ചെയ്തു പോകുന്ന കുറ്റം ആലോചിച്ചിട്ട് നമ്മളെ നെഞ്ച് പടഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളോ റബ്ബിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനം കേൾക്കുമ്പോഴേക്കും അവരെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ഇസ്ലാമിക ലോകത്ത് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമില്ലാത്ത മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു സ്വഹാബിയാണ്. ഏത് സമയത്തും അദ്ദേഹം തിരുദൂതന്റെ കൂടെ ഉണ്ടാകും. തിരുദൂതന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ കിട്ടിയാൽ അത് ഉടനെ അനുസരിക്കും. ഒരിക്കൽ 2-3 ദിവസം സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പള്ളി കാണാതായപ്പോ തിരുദൂതൻ സഹാബാക്കളോട് ചോദിച്ചു, എവിടെ സാബിത്ത്, എവിടെ? സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു, റസൂലേ, അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. അവനെ അന്വേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ചു. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അരികിലെത്തിയപ്പോ വീടിന്റെ അകത്തിരുന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കയറി ചെന്ന സഹാബാക്കൾ ചോദിച്ചു, സാബിത്ത്, താങ്കൾ എന്തിനാ കരയുന്നത്? എന്തു കുറ്റമാ താങ്കൾ ചെയ്തു പോയത്? സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, അള്ളാഹു എന്നെ വെറുത്തിരിക്കുന്നു. റബ്ബ് എന്നെ വെറുത്ത് ആയത്തിറക്കി. അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു, നിന്നെ വെറുത്ത് റബ്ബ് ആയത്തിറക്കുകയോ? ഏതാണ് ആ സാബിത്ത് ആയത്ത്? അദ്ദേഹം പറയാൻ കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ സഹാബത്ത് അത് വിഷയം പറഞ്ഞു. പ്രവാചകനും സഹാബാക്കളും സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ തുറക്കാൻ മടിക്കുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സാബിത്തെ, പറ, ഏതാണ് താങ്കളെ സങ്കടപ്പെടുത്തിയ ആയത്ത്? സാബിത്ത് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല, ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ. അന്ന് ഇസ്ലാമിക ലോകത്ത് മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പഠിപ്പിക്കുമ്പോ
തിരുദൂതനോട് അനാവശ്യമായി ചില കുതർക്ക ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടായിരുന്നു. അഥവാ മനസ്സിൽ നിഫാഖിന്റെ ചിന്തകളുമായി തിരുദൂതന്റെ സദസ്സിൽ വന്ന് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കസ്റത്തു സുആൽ, വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, അവരോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. പക്ഷേ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു തെറ്റിദ്ധാരണ, തിരുദൂതന്റെ ശബ്ദത്തെക്കാളും മുഴക്കമുള്ള ഒരു ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു പലപ്പോഴും സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റേത്. സഹാബാക്കളിൽ ചിലർ പറയുമായിരുന്നു പോലും, സാബിത്ത് താങ്കളുടെ ശബ്ദം ഉയരുന്നുണ്ട് ട്ടോ, താങ്കളുടെ ശബ്ദത്തിന് നല്ല ഗൗരവമുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഈ ആയത്ത് കേട്ടപ്പം സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് തോന്നി അത് അള്ളാഹു എന്നെ പറ്റി ഇറക്കിയതാണെന്ന്. അവസാനം അതിന്റെ സത്യാവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതിന് ശേഷമാ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് കേട്ടപ്പോഴേക്കും സാബിത്ത് റളിയല്ലാഹു അൻഹു അത്രമാത്രം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനവരാശിക്ക് വേണ്ടി റബ്ബ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റെന്താ? നമ്മളെ വിശ്വാസ രംഗത്തുണ്ടാക്കിയ മാറ്റെന്താ? ഇന്ന് ഞാൻ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട്, സ്വന്തം വീട്ടില് ആവശ്യമില്ലാത്ത തോന്നിയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അടുത്ത് ചെന്നിട്ട് ചില വാപ്പാര് പറയും ഗൗരവത്തോടെ, വാതിലും ജനലൊക്കെ അങ്ങോട്ട് അടച്ചോ, ടിവിന്റെ സൗണ്ട് ലേശം കുറച്ചോ, വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കണ്ട, ഈ കാണുകയാണെ ഈ കണ്ടാ മതി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട്, ആരുമില്ലാത്ത തക്കത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് വേണ്ടാത്ത ചാനലുകൾ കണ്ടു രസിക്കുന്നവരോട്, ആരും കാണാനില്ലെങ്കിലും അന്യനാടാണെങ്കിലും എന്ത് കൊള്ളരുതായകളും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരോട്, നമുക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ റബ്ബ് പഠിപ്പിച്ച തൗഹീദ്, ഈ മാനവരാശിയോട് റബ്ബ് പഠിപ്പിച്ച തൗഹീദ് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരാട്ടിടയന്റെ വിശ്വാസം നേടാൻ അല്ലേ വേഷപ്രച്ഛന്നനായി നടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആടുകളെ മേച്ച് നടക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്, മോനെ ഒരു ആടിനെ എനിക്ക് താ, നിന്റെ യജമാനനോട് നിനക്ക് കളവ് പറയാം. ആ കുട്ടി തിരിച്ചു പറഞ്ഞു, അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? ആ അള്ളാനെ പേടിച്ചിട്ടുണ്ടോ നമ്മള്? പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച മാതാവിനോട് എവിടെ ഉമ്മ അല്ലാ എന്ന് ചോദിച്ച ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ വിശ്വാസമെങ്കിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ പറ്റി ചിന്തിക്കണം. പലപ്പോഴും നമ്മളെ വിശ്വാസരംഗം ഏറെ അബദ്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തൗഹീദിലൊന്നും ആർക്കും കണിശതയില്ലാതായിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് പലരും ഇസ്ലാമിനെ തുരങ്കം വെക്കാനും ഇസ്ലാം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം തരും, റബ്ബ് നിങ്ങൾക്ക് അധികാരം തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുമാത്ര, ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തൊരു ജനതയായി മാറണം, റബ്ബിൽ അടിയുറച്ചു നിൽക്കുന്ന മുവഹിദീങ്ങളാവണം. അതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടതും. അത് ഉറപ്പിക്കാനായിരുന്നു സഹാബാക്കൾ ശ്രമിച്ചതും. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ നേരത്ത് മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശല്ലേ, ഖാലയാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മക്കളെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണസമയത്ത് അഥവാ മരണത്തിന്റെ തൊട്ടു മുൻപ് മക്കളോട് ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവര് പറഞ്ഞു, പിതാവേ താങ്കളുടെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗം. അപ്പൊ തൗഹീദ്, ഏകദൈവ വിശ്വാസം ഹൃദയത്തിൽ ചേർത്ത് നിർത്തലാണ് വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ബാധ്യത. ആ തൗഹീദിന് വേണ്ടി എന്തും അവര് സഹിച്ചിട്ടുണ്ട്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറയാറില്ലേ? ഒരു കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോ ശത്രുക്കൾ അദ്ദേഹത്തെ ബന്ധസ്ഥനാക്കാനുള്ള കാരണം, ബന്ധിച്ചവന്റെ വാപ്പയെ ബദറിൽ കൊന്നത് ഹുദൈഫത്തുൽ യമാൻ ആണ് എന്ന കാരണത്തിന്റെ പേരിലാണ്. രണ്ടു കൂട്ടുകാരോടൊപ്പം ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന, കുടുംബത്തിലേക്ക് മടങ്ങുന്ന ഹുദൈഫത്തുൽ യമാനിനെ അവര് പിടികൂടി. 3 പേരെയും കൊട്ടാരത്തിൽ അഥവാ അവർ വിചാരണക്ക് വെച്ചു. ഹുദൈഫത്തുൽ യമാനിന്റെ മുൻപിൽ വെച്ച് 2 കൂട്ടുകാരെയും കൊന്നു. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് ശത്രുക്കളായ ആളുകൾ ചോദിച്ചു, ഹുദൈഫ, താങ്കൾ മുഹമ്മദ് എന്ന പ്രവാചകനെ തള്ളിപ്പറഞ്ഞാൽ
ഇസ്ലാം എന്ന മാർഗത്തെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും തള്ളിപ്പറഞ്ഞാൽ താങ്കൾക്ക് രക്ഷപ്പെടാം. ഹുദൈഫത്തുൽ യമാൻ പറഞ്ഞു, ഈ ജീവിതത്തിൽ എന്റെ ഒരു നിമിഷത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവസാനം കൊല്ലാൻ തീരുമാനിച്ച സമയത്ത് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, ഹുദൈഫ, താങ്കൾക്ക് അവസാനം വല്ല ആഗ്രഹം ഉണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, 2 റക്അത്ത് നിസ്കരിക്കണം. അനുവാദം കൊടുത്തു. വളരെ പെട്ടെന്ന് നമസ്കരിച്ച് സലാം വീട്ടി. കണ്ടു നിൽക്കുന്ന ശത്രുക്കൾ ചോദിച്ചു, ഹുദൈഫ, ഇതാണോ താങ്കളുടെ നമസ്കാരം? എത്ര പെട്ടെന്നുള്ള ആരാധന! താങ്കൾ എന്താണ് ഹുദൈഫ, ഇതെന്തൊരു ആരാധനയാണ് ഹുദൈഫ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പരിഹാസത്തോടെ ചോദിച്ചപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ നമസ്കാരം ഞാൻ ദീർഘിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു മരണത്തെ പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിച്ചതെന്ന്. എന്റെ വിശ്വാസത്തെയും ഞാൻ സ്വീകരിക്കുന്ന എന്റെ മാർഗത്തെയും എന്റെ ഇസ്ലാമിനെയും ഒരിക്കലും മറ്റൊരാൾ കുറ്റം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആലോചിച്ചു നോക്കി. അവസാനം കൊല്ലുന്നതിന്റെ തൊട്ടു മുൻപ് ഹുദൈഫത്തുൽ യമാൻ കരയുന്നുണ്ട്. ഇത് കണ്ട ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഹുദൈഫ താങ്കൾ കരയുന്നത്? മരണപ്പേടിയാണോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്റെ 2 കൂട്ടുകാരെ നിങ്ങൾ കൊന്നു, എന്നെയും നിങ്ങൾ കൊല്ലും. എന്നെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലേ എന്നെ കൊല്ലാൻ പറ്റൂ. ഞാൻ ആഗ്രഹിച്ചു പോയി, എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര എനിക്കെങ്ങാനും ആത്മാവുണ്ടായിരുന്നെങ്കിൽ ഓരോ ആത്മാവിനെയും നിങ്ങൾ കൊല്ലുമ്പോ ഇത്രയും ആത്മാവിന്റെ കണക്ക് എന്റെ റബ്ബിനോട് എനിക്ക് പറയാമായിരുന്നു. ഇതിപ്പോ ഒരു ആത്മാവിന്റെ കണക്കല്ലേ, ഒരു ശരീരത്തിന്റെ കണക്കല്ലേ എനിക്ക് പറയാനുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് സങ്കടം. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ തൗഹീദ്, നമ്മൾക്ക് ഇപ്പോഴും ദുർബല വിശ്വാസങ്ങൾ മാറിയിട്ടില്ല. യാത്ര പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകൻ ഓടിയാൽ മതി. വിശ്വാസി എന്താ ചിന്തിക്കുക? നമ്മളെക്കാളും തിരക്ക് പൂച്ചക്കുള്ളതുകൊണ്ടാ പൂച്ച ഓടിയത്. അവിശ്വാസി എന്താ വിചാരിക്കുക? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പൂച്ച ചാടിയല്ലോ. ഇനി ആ വിശ്വാസമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് യാത്ര പോകുന്ന കുറച്ചപ്പുറത്ത് ടയറ് പൊട്ടി പഞ്ചറായി നിന്നാൽ ഓൻ ആദ്യം പറയാ എന്താണെന്നറിയോ? ആ പൂച്ച ചാടിയപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യാത്ര കൊളാവുന്നു. അത്ര ദുർബല വിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മളെ മനസ്സ് പേറി നടക്കുക. മാനവരാശിയെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച് ലോക സമാധാനം കാണിച്ചു കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അള്ളാഹുവിന്റെ വചനം, വേദഗ്രന്ഥത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വചനം നമ്മളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമ്മൾക്ക് സാധിക്കണം. ഓരോ രംഗത്തും, കുടുംബരംഗത്ത്, സാമ്പത്തിക രംഗത്തില് സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പറ്റി ഒരായത്ത് കേട്ടപ്പോഴാ സഹാബാക്കൾ കരഞ്ഞ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്തോതുമ്പോ പെട്ടെന്ന് പിൻഭാഗത്തുനിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കും. ചിലര് കരയും, ചിലര് നെഞ്ചു പൊട്ടി കരയും, ചിലര് ബോധം കെട്ട് വീഴും. സലാം വെട്ടിക്കഴിഞ്ഞ് സഹാബാക്കൾ ബോധം കെട്ടവരെ വെള്ളം തളിച്ച് ബോധം തെളിയിക്കുമ്പോ, ചിലരെ മാറ്റിക്കടത്തുമ്പോ അവരെ അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുണ്ടായിരുന്നു, എന്നാ എന്തേ സഹാബത്തെ പറ്റിയത്? വിശപ്പ് കൊണ്ടാണോ നിങ്ങൾ ബോധം കെട്ടത്? അവര് പറഞ്ഞു, അല്ല നബിയെ. പിന്നെന്തുകൊണ്ടാ നിങ്ങൾ ബോധം കെട്ടത്? താങ്കൾ ഓതിയ ആയത്ത് കേട്ടപ്പോ ഞങ്ങൾക്ക് വല്ലാതെ സങ്കടം തോന്നി നബിയെ. മദീനയിലെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സഹാബാക്കൾ കരഞ്ഞു കുനിഞ്ഞിരുന്ന് ബോധം കെട്ട് വീണ ആയത്ത് ഏതാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. ഞാൻ നന്നായിട്ടുണ്ട്, ഞാൻ നല്ലോണം നിസ്കരിക്കലുണ്ട്, ഞാൻ നല്ലോണം ഖുർആൻ ഓതലുണ്ട്, ഞാൻ നല്ലോണം ഖുർആൻ ക്ലാസ് കേൾക്കാറുണ്ട്. ഒരാ അംഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ മക്കളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ജോലി എന്ന് പറഞ്ഞ് പരക്കം പായുന്ന മകനോട്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മകളോട്, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട്, അൻഫുസകും വഅഹ്ലീകും നാറാ, ആ നരകാഗ്നിയിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കണം നിങ്ങൾ. കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ,
മനുഷ്യരെയും കല്ലുകളെയുമാണ് ആ നരകാഗ്നിക്ക് ഇന്ധനം. നരകത്തിലേക്ക് മനുഷ്യനെ വലിച്ചെറിയപ്പെടുമ്പോ നരകം ആളി കത്തും. വെപ്രാളപ്പെട്ട് വിറളി പിടിച്ച് കത്തുന്ന നരകത്തോട് റബ്ബ് ചോദിക്കും, ഹലിം തലാതി, നിനക്ക് മതിയായില്ലേ നരകമേ? നരകം തിരിച്ചു പറയും, ഹൽമിം മസീദ്, എനിക്ക് മതിയായിട്ടില്ല. നിന്നെ അനുസരിക്കാത്ത, നിന്റെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാൻ പോലും സമയം കണ്ടെത്താത്ത മുഴുവൻ ആളുകളെയും റബ്ബ് വിചാരണക്കെടുക്കും. നരകത്തിലേക്കിടുമ്പോ വീണ്ടും വീണ്ടും ആളിക്കത്തുന്ന നരകാഗ്നി. ഇത് കേട്ടപ്പോഴാ സഹാബാക്കള് ബോധം കെട്ട് വീണ്. നമ്മൾ നമ്മളെ മക്കളെയും കുടുംബത്തിനെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിന്? മൂത്തോനൊരു ജോലിയായില്ല, ഇളയോനെ പഠിപ്പിച്ചിട്ടൊരു ജോലി കിട്ടിയില്ല, മൂത്തോളെ കെട്ടിച്ച പൊരയിൽ ഒരു സമാധാനം ഉണ്ടായില്ല, പൊര ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതങ്ങോട്ട് ബസായില്ല, കുറെ കാലായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്, സൂക്കേട് കുറെ വരുന്നുണ്ട്. ഇതൊക്കെയാ നമുക്ക് ബേജാറ്. കുടുംബത്തില് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള ബേജാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരായത്ത് കേട്ടപ്പോഴേക്കും സഹാബാക്കൾ കരഞ്ഞു. അവര് വെപ്രാളപ്പെട്ടു. അവര് നെഞ്ചുപൊട്ടി മദീനത്തെ പള്ളിയിൽ ബോധം കെട്ടു വീണു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാനെങ്കിലും ഒരായത്തെങ്കിലും പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാ. ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നതാ. പഠിപ്പിക്കാൻ ചിലർക്കേ പറ്റും, കഴിവ് വേണം അത് അവതരിപ്പിക്കാൻ, പഠിപ്പിക്കാൻ. പക്ഷെ പഠിക്കാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾക്ക് ആ ഖുർആനിനോട് ഒരു മനസ്സുകൊണ്ട് സമീപനം ഉണ്ടാവണം. അതിന്റെ ചില വചനങ്ങളും ആയത്തുകളും നമ്മളെ ഉദാഹരണമായിട്ട്, സമയം തീരാനായി, പറഞ്ഞു തീരാത്ത ഒരു വിഷയാണിത്. മാനവരാശിക്ക് എന്ന് പറയുമ്പം മാനവരാശി പോട്ടെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? സാമ്പത്തിക രംഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അള്ളാഹുവിന് ചെലവഴിക്കണം. നിങ്ങൾക്കല്ല തന്നതിൽ നിന്ന്, അല്ലേ? അതിന്റെ മുൻപ് മരണം നിങ്ങളെ തേടിയെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾ ചെലവാക്കിയ നിങ്ങൾക്കതുണ്ട്. ഇത് കേട്ട സമയത്താണ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കയറി വരുന്നത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും എന്ന ആയത്ത് കേട്ടിട്ടേ ഉള്ളൂ. അബൂ ത്വൽഹ കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അബൂ ത്വൽഹ? നബിയെ, എനിക്ക് ഇസ്ലാമിന് ദാനം തരണം. എന്ത്? എന്റെ തോട്ടം ഞാൻ ഇസ്ലാമിന് തരികയാണ് റസൂലേ. കാരണം ആ തോട്ടം എന്നെ ദുനിയാവിനെ പ്രേമിപ്പിക്കുന്നുണ്ട്, എന്റെ മരണത്തെ മറപ്പിക്കുന്നുണ്ട്. ആ തോട്ടം എന്റെ മനസ്സിലെ ശ്രദ്ധ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നബിയെ, എനിക്ക് വേണ്ട റസൂലേ ആ തോട്ടം. ഞാൻ അത് ഇസ്ലാമിന് തന്നിരിക്കുന്നു. വെറും കയ്യോടെ ഇറങ്ങി നടക്കുന്ന അബൂ ത്വൽഹാനെ നോക്കി തിരുദൂതൻ പറഞ്ഞു, അബൂ ത്വൽഹ സ്വർഗത്തിൽ ഒരു തോട്ടം നേടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും മരിച്ചോട് ആ പൈസക്ക്, ദുനിയാവില് വലുപ്പുണ്ടാക്കാൻ, ദുനിയാവില് സമ്പാദിച്ചു കൂട്ടാൻ. അതിൽ നിന്നൊരു 5 ഉറുപ്യ നമ്മളെ മരണാനന്തര ലോകത്തേക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു മനസ്സിന്ന് അത് കൊടുക്കാനുള്ള ഒരു ഈമാൻ ഉണ്ടായിട്ടില്ല. എല്ലാവരും അത്തരക്കാരാന്നല്ലോ, കൊടുക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് സക്കാത്ത് എന്ന സംവിധാനം, നിങ്ങൾ സ്വതക്ക എന്ന സംവിധാനം, ഇതൊക്കെ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ നടപ്പിലാക്കുമ്പം പല കുടുംബത്തിലും അതിന്റെ സമാധാനം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ സക്കാത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. വഅഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു സക്കാത്തും. സക്കാത്ത് കൊണ്ട് എത്ര കുടുംബം അവിടെ രക്ഷപ്പെട്ടു എന്ന്, എത്ര ആളുകൾ ആ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത്. അള്ളാഹ് തന്ന മുതലിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം മാറ്റിവെക്കുമ്പോ ഒരൊറ്റ ആയത്ത്, ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്ക, സമയം തീർന്നു. നമ്മളൊക്കെ ഭരണാധികാരികളാ അല്ലേ? ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുക. ആ സമയത്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വരുന്നത്. ഇബ്നു മസ്ഊദിന് ഒരു പ്രത്യേകത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ഖുർആൻ ഓതുന്ന സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് കേൾക്കാൻ മദീനത്തെ പള്ളിയുടെ പിൻഭാഗത്തുള്ള ഈത്തപ്പനയുടെ മറവിൽ ശത്രുക്കൾ പോലും വന്ന് തലകുനിച്ചിരുന്നു. അത്ര രസത്തിലായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുക. ഇബ്നു മസ്ഊദ് കയറി വന്നപ്പോൾ തിരുദൂതൻ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദെ, താങ്കൾ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരണം.
കുൽത്തു, ഞാൻ ചോദിച്ചു നബിയോട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അഖ്റ അലൈക വ അലൈക ഉൻസില, നിങ്ങൾക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാനോ? തിരുദൂതൻ പറഞ്ഞു, ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്റേതല്ലാത്ത ശബ്ദത്തിൽ അതൊന്ന് കേൾക്കാൻ എനിക്ക് വല്ലാത്ത മോഹം. ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, അങ്ങനെ സൂറത്തുൻ നിസാ ഓതി തുടങ്ങി ഇബ്നു മസ്ഊദ്. ഹത്താ യഅതി ഇലാ ഹാദിഹിൽ ആയ, ഓതി ഓതി ഈ ആയത്തെത്തിയപ്പോ, ഏതാ ആയത്ത്? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ്. ഈ ആയത്ത് ഓതി എത്തിയിട്ടുണ്ട് 41-ാമത്തെ ആയത്ത സൂറത്തു നിസാഇൽ. ആ ആയത്ത് ഓതി തീരുന്നതിന്റെ ഇടയ്ക്ക് പ്രവാചകന്റെ ഭാഗത്തേക്ക് നോക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുന്നത് രണ്ട് കണ്ണും നിറഞ്ഞ് നെഞ്ച് പൊത്തിപ്പിടിച്ച് തലകുനിഞ്ഞ് പൊട്ടിക്കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ഉയർത്തിയിട്ട് ശ്വാസം വലങ്ങി തിരുദൂതൻ പറഞ്ഞു, ഹസ്ബുകല്ലാൻ, നിർത്തിക്കോ ഇബ്നു മസ്ഊദ്. ഫൽതഫത ഇലൈഹി ഫഇദാ ഐനാഹു തദ്രിഫാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ രണ്ട് കണ്ണും നിറഞ്ഞ് ഇബ്നു മസ്ഊദ് കണ്ടു, രണ്ട് കണ്ണും നിറഞ്ഞ് വിതുമ്പി നെഞ്ചടറി കരയുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ. ഏതാ ഈ ആയത്ത് എന്നറിയാവൂ? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഫകൈഫ, അപ്പോൾ എങ്ങനെയായിരിക്കും, ഇദാ ജിഅനാ, ഞാൻ കൊണ്ടുവരുന്നത്, മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ജനതയിലുള്ള സാക്ഷികളെയും ഞാൻ കൊണ്ടുവരുന്നത് എപ്പോൾ എങ്ങനെയായിരിക്കും നബിയെ? വജിഅനാ ബിക, വജിഅനാ ബിക, നിങ്ങളെയും ഞാൻ കൊണ്ടുവരും നബിയെ. അലാ ഹൗലാഇ ഷഹീദ്, ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി, ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി നിങ്ങളെയും ഞാൻ കൊണ്ടുവരും റസൂലേ എന്ന ആയത്ത് കേട്ടപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ് കണ്ണീരോടെ ബോധം കെടാനായി. നാം എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദിനെ പറ്റി താങ്കളോട് ചോദിക്കും നബിയെ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാ. നമ്മളെ കുടുംബത്തിന്റെ ഭാരം, ഉത്തരവാദിത്വം, നമ്മളെ മക്കളുടെ ഉത്തരവാദിത്വം, നമ്മളെ മക്കളെ പറ്റി റബ്ബ് നമ്മളോട് ചോദിക്കും, നമ്മളെ വീടിനെ പറ്റി, നമ്മളെ വിശ്വാസത്തെ പറ്റി. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പം റബ്ബിന്റെ ചോദ്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ കലാമിനെ പറ്റിയ, ആ വിശുദ്ധ ഖുർആനിനെ പറ്റിയ. ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കഥകൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ മാനവരാശിയിലേക്ക് പോകുന്നതിന്റെ മുൻപ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അതിനെ പഠിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൽ അബസ, അബസ വത്തവല്ല എന്ന സൂറത്ത് ഓതുമ്പോഴേക്കും ചിലർ പറയും അത് എനിക്കറിയാം. എന്താ അത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു തആല ഗുണദോഷിച്ചതാ. എന്ത്? കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം നബീന്റെ അരികിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി നോക്കിയില്ല. അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് താക്കീത് ചെയ്തു. ഇത് മാത്രല്ലട്ടോ ആയത്തിലുണ്ട്, അതിനേക്കാളും വലിയൊരു ഗുണപാഠം ആ സൂറത്തിലുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് കണ്ണ് കാണൂല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിളി കേട്ടിട്ടും നബി അബ്ദുല്ലാന്റെ നേരെ നോക്കി, പിന്നെ പൈസക്കാരെ നേരെ തന്നെ നോക്കി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം നടന്നു, ഒരു ചിന്ത നടന്നു. എന്താണ് ആ ചിന്ത? അബ്ദുല്ലാന്റെ നേരെ തിരിയണോ അല്ലെങ്കിൽ പൈസക്കാരെ നേരെ തിരിയണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള ആ ഒരു ചാഞ്ചാട്ടത്തിൽ നബി തെരഞ്ഞെടുത്തത് പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിയാന്നുള്ളതായിരുന്നു. ആ മനസ്സിലുള്ള ചിന്ത ആര് കണ്ടിട്ടില്ല? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം അബ്ദുല്ലാക്ക് കണ്ണ് കാണൂല, മറ്റൊരാളെ മനസ്സറിയാനുള്ള കഴിവുമില്ല. പക്ഷെ അത് ആര് കണ്ടിട്ടുണ്ട്? റബ്ബ് കണ്ടു. റബ്ബ് പറഞ്ഞു, നബിയെ, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. നിനക്കെന്തറിയാം റസൂലേ? എന്റെ മനസ്സിൽ ഇങ്ങനെ തൂക്കി നോക്കിയ ആ നോട്ടണ്ടല്ലോ, അബ്ദുള്ളയാണോ വലുത്, പ്രമാണിമാരാണോ വലുത് എന്നുള്ള എന്റെ ആ മനസ്സിലുള്ള ചിന്ത, ആ തൂക്കി നോക്കല്, അത് ശരിയായില്ല റസൂലേ. താങ്കളെ ആ മുഖം ചുളിച്ചിട്ടുള്ള മനസ്സിലെ ചിന്ത, അത് ശരിയായില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കുറ്റക്കാരാകണമെങ്കിൽ നമ്മളെ മനസ്സിലുള്ള കുറ്റം ഉണ്ടായാൽ മതി. മനസ്സ് ചിന്തിച്ചാൽ മതി കുറ്റാവാൻ.
മനസ്സ് കൊണ്ടുനടന്നാ മതി പക, കുറ്റവാളിയാവാൻ. മനസ്സ് കൊണ്ടുനടന്നാ മതി തിന്മ, കുറ്റവാളിയാവാൻ. അതുകൊണ്ടാക്കത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് നന്നായവൻ അവൻ രക്ഷപ്പെടും. ഇനി സൂറത്തുൽ ലഹബ്, അബൂലഹബിനെതിരെ അള്ളാഹ് ആയത്തിറക്കിയ സൂറത്താ. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ദാ ലാത്ത ഉസ്സ മനാത്തമാരെ വെടിയണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ കയർത്തത് ആരാന്നറിയോ? അബൂലഹബ. അതിനൊരു കാരണമുണ്ട്. അന്ന് കഅബാലയത്തിന്റെ പരിപാലകൻ അബൂലഹബ. കഅബാലയത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹ പൂജ നടത്തുന്നത് അബൂലഹബ. അന്യദേശത്ത് നിന്നും ആളുകൾ വരുമ്പോ കച്ചവടക്കാരെ കൂട്ടിക്കൊണ്ടുപോയി കഅബാലയത്തിന്റെ ഉള്ളിൽ നേർച്ച കൊടുത്ത് പണം പിടുങ്ങുന്ന പണി അബൂലഹബിനാ. അതുകൊണ്ടാ അബൂലഹബ് ചാടി എഴുന്നേറ്റിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, തബ്ബലക യാ മുഹമ്മദ്, മുഹമ്മദേ നാശം, നീ നശിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെട്ട് എഴുന്നേറ്റ് നടന്നു. നമ്മളെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചു. ആ സമയത്താണ് ജിബ്രീൽ വന്നിട്ട് പറയുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. റസൂലേ കരയല്ലേ, സങ്കടപ്പെടല്ലേ, അബൂലഹബിനാണ് നാശം, ഓന്റെ നാശം തുടങ്ങി. ആൾക്കാർ അബൂലഹബിനോട് വിവരം പറഞ്ഞു, അബൂലഹബെ അള്ളാഹ് എനക്കെതിരെ ആയത്തിറക്കി, മുഹമ്മദിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ട്. അബൂലഹബ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ചെന്ന് മുഹമ്മദിനോട് പറയണം, മുഹമ്മദിനേക്കാളും കുടുംബക്കാർ എന്റെ കൂടെയാണ്, പൈസ ഇഞ്ചേലാണ്. അത് പറയാൻ വേണ്ടി അബൂലഹബിന്റെ ആൾക്കാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തിയിട്ടില്ല. ഉടനെ അടുത്ത ആയത്തിറങ്ങി, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. നബിയെ, അബൂലഹബ് പറയുന്ന അവന്റെ പണമോ കുടുംബ മഹിമയോ ഒരിക്കലും അവനെ രക്ഷപ്പെടുത്തൂല, അവന് ഉപകാരപ്പെടൂല. പിന്നെ അബൂലഹബ് മിണ്ടിയിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അബൂലഹബ് വന്നിട്ടില്ല. പിന്നെ അബൂലഹബിന് പേടിയായി, യുദ്ധത്തിന്ന് മാറി നിന്നു, കച്ചവടത്തിന് പോകാതായി. അബൂലഹബിന്റെ ആ പേടിയും വെപ്രാളവും കണ്ടപ്പോഴായിരുന്നു അബൂലഹബിന്റെ ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിഞ്ഞു. പിന്നെ നബീനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞു നടന്ന് 10 കൊല്ലം അബൂലഹബ് നടന്നു ജീവിച്ചു, മനസ്സ് പേടിയായിട്ട്. അവസാനം 10 കൊല്ലങ്ങൾക്ക് ശേഷം അബൂലഹബിന് ഒരു സൂക്കേട് വരിക, നാടും നഗരവും വെറുക്കുന്ന സൂക്കേട്. ആ സൂക്കേട് വന്ന അബൂലഹബിനെ കുടുംബക്കാര് തന്നെ ബനൂ ഖുറൈദ ഗോത്രങ്ങൾക്കിടയിലുള്ള പാറന്റെ ഇടയിൽ കൊണ്ട് ചിട്ടേച്ചു. അബൂലഹബ് പിന്നെ എന്തായിപ്പോയി എന്ന് ഇസ്ലാമിക ലോകത്തില്ല. ഇങ്ങനെയുള്ള നിരവധി ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ, ഇങ്ങനെയുള്ള പല കഥകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനവരാശി ഈ വിശുദ്ധ ഖുർആനിന്റെ മഹത് വചനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, സത്യം. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിക്കുന്നതും. ന്യൂസിലാൻഡും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുക. പല ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളായി മാറിക്കൊണ്ടിരിക്കുക. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിലെ വേദഗ്രന്ഥത്തെ പോലെ ഒരു വേദഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നെങ്കിൽ ലോകം ഞങ്ങൾ മാറ്റിമറിക്കുമായിരുന്നു എന്ന് നിരീശ്വരവാദികൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഖുർആൻ കിട്ടിയ നമ്മക്ക് അതിന്റെ ഒരു വില അറിയൂലെങ്കിൽ, മനുഷ്യരെ ശ്വാസം വിലങ്ങി ജീവൻ ശരീരത്തിൽ നിന്നും തിരിച്ചെടുക്കുമ്പോ ഇതിനൊക്കെ കണക്ക് പറയേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളാവാൻ, പഠിക്കാൻ, ഒരായത്ത് അത് ഹൈറായി ഖബറിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമങ്ങൾ നടത്തണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു നാട്ടിലാ നിങ്ങൾ, റിയാദില്. ഖുർആൻ വിജ്ഞാന പരീക്ഷകളും അതിന്റെ പഠനങ്ങളും വ്യവസ്ഥാപിതമായി രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമുക്കതിൽ നിന്നൊരു 10 ആയത്തും 10 സൂറത്തും പഠിക്കാനുള്ള നേരം കിട്ടി അതിൽ നിന്ന് സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ട് അതിന്റെ ഭംഗി പ്രകടിപ്പിക്കാനും സാധിച്ചാലേ നമ്മൾക്ക് എന്ന് പറയാൻ എന്തെങ്കിലും ഖബറിലേക്ക് ഉണ്ടാവും. അതിനാവട്ടെ ഈ ഒരുമിച്ച് കൂടലും ഈ പരീക്ഷയും ഈ രീതിയിലുള്ള പഠനങ്ങളും എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു ലോകത്ത്, സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. റബ്ബേ, നിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും ആ പഠിച്ച വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അവസാനം നിന്നെ കണ്ടുമുട്ടുമ്പം പുഞ്ചിരിച്ച് അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികളുമായി നിന്നെ സമീപിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ട് നാഥാ ഞങ്ങൾ.
സാമ്പത്തികമായി തകർന്നു പോകുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്, കുടുംബം കൈവിട്ടു പോകുന്നവരുണ്ട്. നാഥ, എല്ലാവരെയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണമേ. ഖുർആൻ പഠിക്കാനും ആ ഖുർആനിന്റെ വക്താവാകാനും എനിക്കും എന്റെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.